യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിറ്റുവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നത് നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിലുള്ള കൂട്ടായ്മയെക്കുറിച്ചാണ്. അതിൽ നമ്മൾ ആരാധന സംബന്ധിച്ചുള്ള നമ്മളുടെ കൂട്ടായ്മയെക്കുറിച്ച് ചിന്തിപ്പാനിടയായി തീർന്നു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥനയുടെ കൂട്ടായ്മയെക്കുറിച്ചാണ്. ഈ കൂട്ടായ്മകളെല്ലാം തന്നെ നമ്മൾ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിക്കുന്നതായ പ്രയോജനങ്ങളെ അനുഭവിക്കുന്നതാണ്. അതും നമ്മൾ ഒരുമിച്ച് അനുഭവിക്കുന്നതാണ്. പ്രത്യേകാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ദൈവസഭയ്ക്ക് ദൈവം നൽകിയതായ ദാനങ്ങൾ അല്ലെങ്കിൽ പ്രയോജനങ്ങൾ, അവ നമ്മളെല്ലാവരും ഒരുമിച്ച് അനുഭവിക്കേണ്ടവരാണ്. ഞാൻ നിങ്ങളെ ഈ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ വിധമായ നന്മകളെ, അനുഗ്രഹങ്ങളെ നമ്മൾ ഒരുമിച്ച് അനുഭവിക്കുന്നവരായി തീരണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം നമുക്കുണ്ടാവുകയുള്ളൂ. പലപ്പോഴും ഈ ഒരു കാര്യം പലരും അവഗണിക്കുന്നതായ കാര്യമാണ്. അവർ പേരിൽ ക്രിസ്ത്യാനികളാണെന്ന് അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അവർ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, ഞാൻ ക്രിസ്ത്യാനിയാണ്, എനിക്ക് യേശുവിനെ അറിയാം, യേശുവിനോടൊപ്പമാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറയാൻ അവർ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ദൈവം കർത്താവ് യേശുക്രിസ്തു മൂലം ദൈവസഭയ്ക്ക് നൽകിയതായ ആ നന്മകളെ ഒരുമിച്ച് അനുഭവിപ്പാൻ പലപ്പോഴും അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിച്ച ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ആരാധന എന്നുള്ള ആ വലിയ ആത്മീക നന്മ, അതേപോലെ തന്നെ പ്രാർത്ഥന എന്നുള്ളതായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതായ ആ വലിയൊരു നന്മ. പ്രാർത്ഥനയിലൂടെ നമ്മൾ എന്തു ചെയ്യുന്നു? നാം ദൈവത്തോട് സംഭാഷിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവം നമ്മോട് ഇടപെടുകയും ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള സന്ദേശങ്ങൾ ചിന്തിപ്പാൻ തക്കമിടയായി തീർന്നല്ലോ. അതിൽ തന്നെ ദൈവസഭ ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥനയുടെ വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യമാണ് നമ്മൾ വരച്ചു കാണിച്ചത്. അന്ത്യോക്യയിലെ സഭയെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നു. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് അവരെ നയിക്കുന്ന ആ ഒരു വിധത്തിലേക്ക് അവർക്ക് നീങ്ങുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. അവരുടെ ഒരുമിച്ചുള്ളതായ ആ കൂട്ടായ്മയിൽ അവർ ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും, അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ്, പരിശുദ്ധാത്മാവിന്റെ നയിക്കപ്പെടൽ അവർ അനുഭവിക്കുകയും ചെയ്തുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാമും ഇതുപോലെ തന്നെ ദൈവത്തെ ആരാധിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും, അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ, ആ നടത്തപ്പെടലിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചതായ പ്രധാനപ്പെട്ട ചിന്തയുടെ സാരാംശം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അപ്പോസ്തലനായ യാക്കോബിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നതായ വലിയൊരു ആത്മീയ നന്മയെക്കുറിച്ചാണ്. അതാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ഞാൻ ആ വേദഭാഗം ഒന്ന് വായിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു വേദഭാഗത്ത് നിന്ന് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം മുതൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ഇത് ദൈവസഭയുമായി ബന്ധപ്പെട്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ദൈവം നമ്മെ വ്യക്തിപരമായിട്ട് അറിയുകയും വ്യക്തിപരമായിട്ട് ദൈവം തന്റെ സന്ദർശനങ്ങൾ അല്ലെങ്കിൽ ദൈവം തന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുമെങ്കിലും, ദൈവം എപ്പോഴും നമ്മെ ആക്കി വച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സഭയിലാണ്. സഭ മുഖാന്തരമാണ് പുതിയ നിയമത്തിലുള്ള ആത്മീയ നന്മകളെ ദൈവം നമുക്ക് നൽകുന്നത്. അത് പ്രവചനമായിട്ടും പ്രബോധനമായിട്ടും അതേ വെളിപ്പാടുകളായിട്ടും കൃപാവരങ്ങളായിട്ടും ദൈവം സഭയിലൂടെയാണ് അത് നൽകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അപ്രകാരമുള്ള സഭയുടെ അന്തരീക്ഷത്തിൽ വേണം ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ. അല്ലാതെ ഒറ്റപ്പെട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടിയല്ല നമ്മൾ ഒരുങ്ങേണ്ടത്. നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്നതായ സഭ, ആ സഭ
ആദിമസഭ പോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാലും കൃപാവരങ്ങളുടെ ജ്വലനങ്ങളാലും അതേപോലെ തന്നെ പ്രാർത്ഥന, ആരാധന, ഉപവാസം ഇതെല്ലാം ഉള്ളതായിരിക്കണം എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. അങ്ങനെയുള്ളവരെ കുറിച്ച് തന്നെയാണ് ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. നോക്കണേ, നിങ്ങളിൽ, അതായത് ദൈവസഭയിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നോക്കണേ, അടുത്ത വാക്യം, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ യാക്കോബ് അപ്പോസ്തലന്റെ ഈ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പുതുനിയമസഭ അല്ലെങ്കിൽ നമ്മുടെ സഭകളിൽ കാണാത്തതായ ഒരു കാര്യമാണ് ഇത്. പലപ്പോഴും ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതൊക്കെ നമ്മുടെ സഭയിൽ സംഭവിക്കണം. അതൊരു ആചാരപരമായി സംഭവിക്കണം എന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അപ്രകാരമുള്ള ആത്മീക പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. പക്ഷെ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? ഒരു ചത്ത സഭ, അതായത് ദൈവത്തിന്റെ കൃപാവരങ്ങളോട് പ്രതികരിക്കാത്തതായ സഭ, ദൈവിക ആലോചനകളോട് പ്രതികരിക്കാത്ത ദൈവത്തിന്റെ സഭ, ആത്മീയമായ വചനത്തിന്റെ പ്രകാശത്തിലൂടെ ഒക്കെ കടന്നു പോകാതെ അല്ലെങ്കിൽ അതിനോടൊക്കെ പ്രതികരിക്കാതിരിക്കുന്നതായ ഒരു സഭാ സംവിധാനങ്ങളെയാണ് നമുക്കിന്ന് കാണുവാൻ കഴിയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് സഭയിലേക്ക് ലോകം കടന്ന് കയറിയതായ ഒരു കാലഘട്ടമാണ്. ആത്മീക ശുശ്രൂഷയിൽ നിൽക്കുന്നവർ, അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവർ തന്നെ ലോകത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടത് ആത്മാവിൽ പ്രകാശിക്കുന്നതായ ദൈവസഭ, ആദിമസഭയുടെ അതേ മാതൃകയിൽ മുന്നോട്ട് പോകുന്ന ദൈവസഭകളെയാണ് ദൈവത്തിന് ആവശ്യം. ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പറയുന്നത് ഏതെങ്കിലും സഭ തെറ്റാണെന്നോ ഏതെങ്കിലും സഭ ശരിയാണെന്നോ ചൂണ്ടിക്കാണിക്കാനല്ല, മറിച്ച് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ അത് എപ്രകാരമായിരിക്കും എന്നുള്ളത് അപ്പോസ്തലന്മാരിൽ കൂടെ തന്നെ നമുക്ക് പുതിയ നിയമ പുസ്തകങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്രകാരമുള്ള സഭകളിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് എല്ലായിടത്തും ഒരുപോലെ തന്നെ ആയതുകൊണ്ട് നമ്മളെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും ആ രീതിയിൽ തന്നെ ആയിരിക്കും. ഇതേ കാര്യമാണ് ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളിൽ ആർക്കെങ്കിലും ദീനമായി കിടക്കുന്നുണ്ടെങ്കിൽ അവർ സഭയിലെ മൂപ്പന്മാരെ വരുത്തുകയും അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നു. ഈ എണ്ണയൊക്കെ പൂശിയാലും പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഒരു ആധാരം എന്ന് പറയുന്നത് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ്. അത് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകാൻ പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കും. വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് സമുദ്രത്തിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെയധികം ഫലപ്രദമാണ് എന്ന് അടിവരയിട്ട് ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനയായിരിക്കണം. എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? നമ്മൾ രോഗത്തെയല്ല വിശ്വസിക്കേണ്ടത്, നമ്മൾ പ്രശ്നങ്ങളല്ല വിശ്വസിക്കേണ്ടത്, മറിച്ച് സൗഖ്യമാക്കുന്ന യേശുവിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഞാൻ അവനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ എൻ്റെ പ്രാർത്ഥന കേട്ട് അവൻ തൻ്റെ അത്ഭുതം, തൻ്റെ അതിശയം, ഞാൻ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ പ്രവർത്തിക്കുമെന്ന് അവനിൽ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. യേശു എപ്പോഴും അതല്ല പറഞ്ഞത്. നാറ്റം വച്ചിരിക്കുന്നുവെന്ന് ആ സഹോദരിമാർ ലാസറിന്റെ കല്ലറയ്ക്കൽ എന്ന് പറയുമ്പോൾ യേശു പറയുന്നു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. നിങ്ങൾ എന്ത് വിശ്വസിക്കണം? നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്തതായ യേശു ക്രിസ്തുവിൽ അവർ വിശ്വസിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ് യേശുവോട് പറയുന്നത്. അതുപോലെ തന്നെയാണ് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഇവിടെ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ബൈബിളിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വീക്ഷണമുണ്ട്. അത് അപ്പോസ്തലൻ പൗലോസ് 1 കൊരിന്ത്യർ 11 അധ്യായം 30 വാക്യത്തിൽ കർത്താവിന്റെ തിരുമേശയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ലോർഡ്സ് സപ്പർ എന്നുള്ള വിഷയത്തെക്കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് സംസാരിക്കുമ്പോൾ താൻ പറയുന്നു, ഇത് ഹേതുവായി, അതായത് അയോഗ്യമായി കർത്താവ് യേശുക്രിസ്തുവിന്റെ ശരീരത്തെ ഓർമ്മിപ്പിക്കുന്നതായ അപ്പം, വിശുദ്ധിയില്ലാതെ, ദൈവത്തോടുള്ള പ്രാഗൽഭ്യമില്ലാതെ, മനുഷ്യനോടുള്ള സമാധാന ഹൃദയമില്ലാതെ,
ആരെങ്കിലും കർത്താവിന്റെ മേശയിൽ നിന്നും അവർ ഭാഗവക്കാകുകയാണെങ്കിൽ ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. അതായത് നിങ്ങൾ തന്നെത്താൻ ശോധന ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതായത് പാപം നമ്മെ രോഗത്തിലേക്കും അതേപോലെ തന്നെ ബലഹീനതയിലേക്കും കൊണ്ടുപോകാനിടയായിത്തീരും. ഇത് പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാകാറില്ല. ഇത് കൃപായുഗമാണ്, ദൈവം നമ്മളെല്ലാവരും സ്നേഹിക്കുന്നു എന്നൊക്കെ ആളുകൾ വിശേഷിപ്പിച്ചിട്ട് പറയുന്നു. ദൈവ സ്നേഹവാനാണ്, ഞാൻ പാപം ചെയ്താൽ ദൈവം ക്ഷമിക്കും. പക്ഷേ അതേ സമയം തന്നെ വിശുദ്ധ വേദപുസ്തകം നമുക്ക് വാണിംഗ് തരുന്നുണ്ട്, നമ്മൾ ഇത് നിമിത്തം ബലഹീനരും രോഗികളുമായി തീരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പാപനിമിത്തം, നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും ചെയ്തതായ പാപനിമിത്തം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന രോഗങ്ങളുണ്ട്. അത് ഏതൊക്കെ രോഗമാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തമ്മിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മെ സൗഖ്യമാക്കും. അതായത് എങ്ങനെയാണ് സൗഖ്യമാക്കുന്നത്? നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കുക വഴി അവൻ നമ്മുടെ രോഗങ്ങളെയും സൗഖ്യമാക്കും. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ പോലും നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. ചില രോഗികൾ സൗഖ്യമായതിനു ശേഷം കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, നീ സന്തോഷത്തോടെ സമാധാനത്തോടെ വീട്ടിൽ പോയിക്കൊള്ളുക, മേലാൽ പാപം ചെയ്യരുത്. അതായത് ചില പാപങ്ങളും രോഗങ്ങളും തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു ചിന്ത അവിടെയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഫിസിക്കൽ ഹീലിംഗ്, ശാരീരികമായ സൗഖ്യവും ആത്മീയമായ സൗഖ്യവും. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒരു വ്യക്തിയോട് ക്ഷമിക്കുവാനുണ്ടെങ്കിൽ, നമ്മൾ ആ വ്യക്തിയോട് ക്ഷമിച്ചിട്ടില്ലെങ്കിൽ ആ ക്ഷമ ചോദിക്കാത്തതായ, ആ നിരപ്പാകാത്തതായ ആ മാനസിക അവസ്ഥ നമ്മെ രോഗികളാക്കി മാറ്റാൻ സാധിക്കും. അതേപോലെ തന്നെ അങ്ങനെയുള്ള പ്രയാസങ്ങളുടെ കടന്നു പോകുന്ന ഈ ആളുകൾ മാരകമായ രോഗങ്ങളിലേക്ക് അവർ ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വൽ ഹീലിംഗ് ലഭിക്കും, നിങ്ങൾക്ക് ആത്മീയമായ സൗഖ്യം ലഭിക്കും. അതല്ലേ ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്നത്? നമുക്കുണ്ടാകുന്ന ആത്മീകമായ സൗഖ്യം നമ്മുടെ ശാരീരിക സൗഖ്യത്തിലേക്കും നമ്മെ നയിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അടുത്ത ദിവസങ്ങൾ നമ്മൾ അടുത്ത വേദഭാഗത്തിലേക്ക് കടക്കുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ കേട്ട വചനത്തിനു മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. വാസ്തവമായിട്ടും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കപ്പെടേണ്ടതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മളുടെ രോഗങ്ങളുടെ പുറകിൽ നമ്മൾ ചെയ്തതായ പാപങ്ങളുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ പാപങ്ങളെ നമ്മൾ ദൈവസന്നിധിയിൽ വെച്ച് തമ്മിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോടും നമ്മൾ ഏറ്റുപറഞ്ഞ് മുന്നോട്ട് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിപ്പാനിടയായി തീരും. ആത്മീയമായ സൗഖ്യത്തെക്കുറിച്ചും നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മുടിയനായ പുത്രൻ, അവൻ അപ്പന്റെ സ്വത്ത് വാങ്ങി എല്ലാം വിറ്റ് തൊലച്ച് അവൻ അവസാനം മടങ്ങി വരാൻ നേരം, അല്ലെങ്കിൽ താൻ തൻ്റെ അപ്പന്റെ ഭവനത്തെക്കുറിച്ചുള്ള ചിന്ത അവൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ട് അവനിങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് ചെല്ലും, എന്നിട്ട് ഞാൻ അപ്പനോട് പറയും, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇത് സ്പിരിച്വൽ ഹീലിംഗ് ആണ്. ഈ സ്പിരിച്വൽ ഹീലിംഗ്, ഈ ആത്മീകമായ സൗഖ്യം സംഭവിക്കുമ്പോൾ അത് നമ്മളുടെ ശാരീരിക സൗഖ്യത്തിലേക്കും വഴി നടത്തപ്പെടുവാനിടയായിത്തീരും. അതാണ് നമുക്കിവിടെ വ്യക്തമായി കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതായ വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെയുള്ള ഉദാഹരണങ്ങളെല്ലാം തന്നെ സമർത്ഥിക്കുന്നത്, നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞാൽ കർത്താവ് നമ്മളോട് പാപം ക്ഷമിച്ച് നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ആ ദൈവത്തോടുള്ള ക്ഷമ പ്രാപിക്കുവാൻ, അതേ മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കുവാൻ, നിരപ്പ് പ്രാപിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നതായ വ്യത്യാസം അത് വളരെ വലുതാണ്. എന്ന് മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം തന്നെ ദൈവസഭയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാകേണ്ടതാണ്. അതായത് ഒരു കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളെല്ലാവരും ആ ആത്മീയ കൂട്ടായ്മയിൽ നാം ജീവിച്ചേ മതിയാവുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ആത്മീയ കൂട്ടായ്മയെക്കുറിച്ചുള്ള വേണ്ട കാഴ്ചപ്പാടില്ലാത്തവരും കർത്താവിനാൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതായ ആ ആത്മീകമായ പ്രയോജനങ്ങളെ ഒന്നിച്ച് അനുഭവിക്കണമെന്നുള്ള ധാരണയില്ലാത്തവരുമായി ജീവിക്കുന്നവരാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ നിന്നും ഒരു വലിയ പ്രകാശനം, അതേ സഭയായിട്ടുള്ള ആത്മീയ കൂട്ടായ്മയുടെ പ്രാധാന്യം
ഞങ്ങളെ ബോധ്യപ്പെടുത്താനായി നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ആത്മീയമായി കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.